നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരാൾ നിങ്ങളെ ചതിക്കും എന്ന് മുമ്പേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് ഒരു ഭയം വരുന്നത്, പിന്നെ അത് അങ്ങനെ തന്നെ ശരിയാവുകയും ചെയ്തു. ഇത് കോയിൻസിഡൻസ് അല്ല. ചില ആളുകൾക്ക് മറ്റുള്ളവർക്കില്ലാത്ത ഒരു പവർ ഉണ്ട്. അവർക്ക് ഭാവി കാണില്ല, പക്ഷെ അത് അവർക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഇതൊരു ഗിഫ്റ്റാണ്, പക്ഷെ അതേസമയം ഇതൊരു അപകടവും കൂടിയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ ഈ കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ, നിന്റെ നക്ഷത്രം ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ അല്ല. നിങ്ങൾക്ക് ഭാവി കാണാൻ കഴിയുന്നുണ്ട്, അത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്തും കൊണ്ട് നിങ്ങൾക്ക് സിക്സ്ത് സെൻസ് പോലെ ഫീൽ ഉണ്ടാവുന്നു. നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഈ പവർ എങ്ങനെ ബ്ലെസ്സിങ് ആവും, എങ്ങനെ നിങ്ങൾക്ക് അപകടമാവും. ഇത് മനസ്സിലാക്കിയാൽ നിനക്ക് നിന്നെ തന്നെ ബെറ്ററായി മനസ്സിലാകും. ആദ്യമായി ഒരു സത്യം മനസ്സിലാക്കണം, ഇത് മാജിക് അല്ല. നിന്റെ ബ്രെയിന് സബ് കോൺഷ്യസ് ആയി പാറ്റേൺ ഒബ്സർവ് ചെയ്യുന്നു. നീ കോൺഷ്യസ് ആയി കാണാത്ത കാര്യങ്ങൾ നിന്റെ മൈൻഡ് സൈലന്റിലി കളക്ട് ചെയ്യുകയാണ്. അതൊരു ഇൻഡ്യൂഷനായി പുറത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് ഇത് തെറ്റാണ് എന്ന് ഫീൽ ആവുന്നത്. ആദ്യത്തെ ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഡ്യൂറ്റീവ് ആൾക്കാരാണ്. എന്തും കൊണ്ട് ഇവരുടെ സിക്സ്ത് സെൻസ് നല്ല സ്ട്രോങ് ആവുമെന്ന് വെച്ചാൽ ഇവർ ഇമോഷണലി വളരെ സെൻസിറ്റീവാണ്. അവർ സെൻസിറ്റിവിറ്റി വളരെ വലുതാണ്. ആളുകളുടെ ബിഹേവിയർ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. നിങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. ചെറിയ മാറ്റങ്ങൾ പോലും നന്നായിട്ട് തന്നെ നോട്ടീസ് ചെയ്യും. നിങ്ങൾ ആളുകളുടെ എനർജി വായിച്ചെടുക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം എങ്ങനെയാ വെച്ചാൽ ആരെ ട്രസ്റ്റ് ചെയ്യണം എന്ന് പെട്ടെന്ന് മുന്നേ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് അപകടം അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റും. പക്ഷെ ഓവർ തിങ്കിങ് കൂടുതലാണ്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കുകയില്ല, വിശ്വസിക്കാൻ പറ്റുകയുമില്ല. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു ഫീല് എന്തായാലും ഉണ്ടാവും. പക്ഷെ തെറ്റായിട്ടുള്ള ആളുകളിൽ ഫാളാവില്ല. അങ്ങനെ തെറ്റായിട്ട ആളുകളിൽ വീണാലും അത് ഒരുപാട് കാലം പോവുകയുമില്ല. അടുത്ത പൂരാട നക്ഷത്രമാണ്. ഇവരുടെ ഇൻഡ്യൂഷൻ സൈലൻ്റ് ആണ്. നിങ്ങൾ വളരെ ഓവറായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് ഒബ്സർവേഷൻ പവർ നല്ല കൂടുതലാണ്. അവർ വളരെ പതുക്കെ ആനലൈസ് ചെയ്യും. പിന്നെ ശരിയായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങളെടുക്കും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനമൊക്കെ വളരെ മെല്ലെയായിരിക്കും. ചിലപ്പോൾ ടൈം കഴിഞ്ഞൊന്നും വരാം. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വളരെ മെല്ലെയായിരിക്കും, പക്ഷെ വളരെ സ്ട്രോങ്ങുമായിരിക്കും. ആളുകൾ നിങ്ങളെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിലും ഡിലേ ഉണ്ടാവും. സ്വയം ഒരു സംശയം എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ഭാവി ശരിക്കും പറഞ്ഞാൽ ലേറ്റ് സക്സസ് ആണ്, പക്ഷെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അടുത്ത തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർ ഇമോഷണലി ഭയങ്കര സെൻസറിങ് കൂടുതലാണ്. കാരണം നിങ്ങളുടെ ഇമോഷൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ പൊസസീവ് ആവും, നിങ്ങൾ സെൻസിറ്റീവാണ്, എല്ലാം വാരിക്കോരി കൊടുക്കുന്നവരായിരിക്കും. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എമ്പതി വളരെ കൂടുതലാണ്. കരുണയൊക്കെ നല്ല കൂടുതലായിരിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാവും, അത് ഫീലും ചെയ്യും. ജീവിതത്തിൽ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. ഇമോഷണലി എന്തായാലും നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാവും. നിങ്ങൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചതിക്കപ്പെട്ടാലും ആ വേദന മറക്കുകയുമില്ല. അതിനു മുമ്പേ നിങ്ങൾക്ക് അതിനുള്ളൊരു സൂചനയൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ആ സൂചന അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങളുടെ ഭാവി പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് മറ്റുള്ളവരെല്ലാവരും തോറ്റുപോകും. അടുത്തത് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രം വളരെ പ്യുവറായിട്ടുള്ള ആത്മാവാണ്. അവരുടെ മനസ്സ് വളരെ കാമാണ്. പോസിറ്റീവായിട്ട് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. അവർ ഡൗൺ ആവാറുണ്ട്, പക്ഷെ എങ്ങനെ പോയാലും 33 വയസ്സിന് ശേഷം നിങ്ങൾ വളരുക മാത്രമേ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് ക്ലാരിറ്റി ഓട്ടോമാറ്റിക്കലി ആ സമയമാകുമ്പോഴേ വരുള്ളൂ. ജീവിതത്തിൽ എപ്പോഴും സമാധാനം ഉണ്ടാവും, റെസ്പെക്റ്റും കിട്ടും. പക്ഷെ നിങ്ങൾ സെൻസിറ്റീവാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും, പെട്ടെന്ന് ഹേർട്ടാവും. നല്ല സമാധാനമായിട്ടുള്ള ഒരു സക്സസ് നിങ്ങൾക്കുണ്ടാവും. മെല്ലെയാണ്, പക്ഷേ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്താണ്. ഈ പവർ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതാണോ? അതെ, പക്ഷേ ഈ കൺട്രോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാവും. ഇത് നന്നായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നന്നായിട്ട് ഉപയോഗിക്കുക, ഓവർ യൂസ് ചെയ്യരുത്. ഇത് നന്നായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു അത് മാത്രം നിങ്ങൾക്ക്. ബാക്കിയുള്ളവർ പറയണ കേട്ടിട്ട് താല്പര്യമില്ലാണ്ടെയും ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുക. നിൻ്റെ നക്ഷത്രം ഇതിലുണ്ടെങ്കിൽ നീ സ്പെഷ്യലാണ്, പക്ഷേ നീ ഫ്രാഗൈലും കൂടിയാണ്. നീ ഫീൽ ചെയ്യുന്ന എല്ലാം റിയൽ ആകണമെന്നില്ല.
നീ നിൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്താൽ അത് അൺബീറ്റബിൾ ആണ്. അതുകൊണ്ട് എപ്പോഴും രാവിലെ യോഗ ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഭാവി കാണുന്നവനല്ല വിജയിക്കുന്നത്, ഭാവി ഉണ്ടാക്കിയെടുക്കുന്നവനാണ് വിജയിക്കുന്നത്.